യെസ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എ സി ത്രൂ റെസിസ്റ്റർ, എ സി ത്രൂ ഇൻഡക്ടർ ആൻഡ് എ സി ത്രൂ കപ്പാസിറ്ററിലെ 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മൂന്നിൻ്റെ കേസിലും കിർച്ചോഫ് ലൂപ്പ് റൂള്, കറണ്ട് ഇക്വേഷൻ, ഫേസ് ഡിഫറൻസ്, ആവറേജ് പവർ, ഫേസ് ഡയഗ്രാം, ഇത്രയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്കിനി അടുത്ത പറയാനുള്ളത് ഒരു എൽ സി ആർ സർക്യൂട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡക്ടറുണ്ട്, കപ്പാസിറ്ററുണ്ട്, റെസിസ്റ്ററുണ്ട്. ഈ മൂന്നിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിലെ കൂടെ എ സി കടത്തി വിടുമ്പോൾ ഈ മൂന്നല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് വാല്യൂസ് വരുവാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പറയാനുള്ളത് എ സി ത്രൂ എൽ സി ആർ സർക്യൂട്ട്. ക്ലിയർ? ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒരു കപ്പാസിറ്റർ. ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ റെസിസ്റ്റൻസ് എടുക്കാം. ഒരു റെസിസ്റ്റർ ഫസ്റ്റ്, പിന്നെ അതിനുശേഷം ഒരു ഇൻഡക്ടർ, പിന്നെയുള്ളത് ഒരു കപ്പാസിറ്റർ. ഓക്കെ, ഈ 3 പേരെയും നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ സീരീസ് ആയി കണക്ട് ചെയ്തതിന് ശേഷം ഈ 3 കോമ്പിനേഷൻ കൂടെ നമ്മൾ ഒരു എ സി സോഴ്സായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ആറാണ്, ഇൻഡക്റ്റൻസ് എല്ലാണ്, കപ്പാസിറ്റൻസ് C ആണ്. ക്ലിയർ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ വി എന്ന വോൾട്ടേജ് ആണ്. ഞങ്ങൾക്കറിയാം വി ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി എന്നറിയാം. കാരണം അപ്ലൈഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതൊരു വാരിങ് പൊട്ടൻഷ്യലാണ്, അത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ? അപ്പോൾ ഇതിൽ നമ്മൾ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് നമുക്ക് VR എന്ന് എടുക്കാം അല്ലേ. ഇൻഡക്ടർ അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് VL എന്ന് എടുക്കാം. കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് VC എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ കിർച്ചോഫ് ലൂപ്പ് റൂൾ എന്താ വരിക? ഈ അപ്ലൈഡ് പൊട്ടൻഷ്യലിൻ്റെ സം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ അപ്ലൈഡ് അക്രോസ് ദി കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടും? ഇവിടെ V എന്ന് കിട്ടും, അല്ലെങ്കിൽ V0 സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഇനി എന്താ VR എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ പൊട്ടൻഷ്യൽ അക്രോസ് ദി റെസിസ്റ്റൻസ്. ഇക്വേഷനിലായിരുന്നു അറിയാം നമുക്ക്. ദാറ്റ്സ് ഈക്വൽ ടു I ഇൻറ്റു R ആണല്ലേ. പൊട്ടൻഷ്യൽ അക്രോസ് ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു L ഇൻറ്റു di/dt ആണ്. ശരിയാണല്ലോ. കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ Q ഡിവൈഡ് ബൈ C ആണ്. V എന്ന് പറഞ്ഞാൽ V0 സൈൻ ഒമേഗ ടി ആണ്. ഇതാണ് ഇതിൻ്റെ കേസിൽ വരുന്ന കിർച്ചോഫ് ലൂപ്പ് റൂൾ. നിങ്ങൾ തന്നെ പഠിച്ചേക്കുക. ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണിത്. കിർച്ചോഫ് ലൂപ്പ് റൂൾ ഇൻ LCR കോമ്പിനേഷൻ. IR പ്ലസ് L ഇൻ da/dt പ്ലസ് Q ബൈ C ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കറണ്ടിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. കറണ്ടിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ പല രണ്ട് മെത്തേഡ് നമുക്ക് ഉണ്ട്. എളുപ്പമുള്ളൊരു മെത്തേഡ് മാത്രം പറയാം. അത് പറയുന്ന മുന്നിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. കറണ്ട് ഇക്വേഷൻ കിട്ടിയത് I ഈസ് ഈക്വൽ ടു എന്താ വന്നത്? I0 സൈൻ ഒമേഗ ടി മൈനസ് π/2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓർമ്മയില്ലേ? അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് വോൾട്ടേജിനേക്കാളും π/2 ആംഗിൾ ലാഗ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എ സി ഇൻഡക്ടർ കൂടി കടന്നു പോകുമ്പോൾ വോൾട്ടേജ് കറണ്ടിനേക്കാളും π/2 ആംഗിൾ ലീഡ് ചെയ്യും. ശരിയല്ലേ? ഇനി കപ്പാസിറ്ററിൻ്റെ കേസാണെങ്കിൽ അവിടെ നിന്ന് ഇക്വേഷൻ ഇതായിരുന്നു. I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2. അതായത് കപ്പാസിറ്റർ കേസിൽ കറണ്ട് വോൾട്ടേജിനേക്കാളും ഇത്രയും π/2 ആംഗിൾ എന്ത് ചെയ്യുന്നു? π/2 ആംഗിൾ ലീഡ് ചെയ്യും. അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ടിനേക്കാളും π/2 ആംഗിൾ പിറകിൽ ലാഗ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫേസ് ഡയഗ്രത്തിലേക്ക് പോവാം. ഡയഗ്രാം വരയ്ക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ നോക്കിക്കോ. അതുപോലെ ഇവിടെ ഒരു X ആക്സും Y ആക്സും എടുക്കാം നമുക്ക്. ശരിയല്ലേ? ഇനി
കറണ്ടിൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഞാൻ കറണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ എടുക്കാം, ഈ ഡയറക്ഷൻ എടുക്കാം കറണ്ട്. നമുക്കതിനെ അതിന് മാർക്ക് ചെയ്യാം. ഇത് കറണ്ടാണ്. ഈ കറണ്ടിൻ്റെ പീക്ക് വാല്യൂ, മാക്സിമം വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഐ എം എടുക്കാം. അതായത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഡോട്ട് ലൈനായിട്ട് വരച്ച് കഴിഞ്ഞാൽ അതിലെ പീക്ക് വാല്യൂ ഇറ്റ്സ് ഈക്വൽ ടു ഐ എം. പീക്ക് വാല്യൂ ഓഫ് കറണ്ട് നേരത്തെ നമ്മൾ I0 അല്ലെങ്കിൽ I0 എന്ന് എടുത്തത് ഐ എം ആണ്. ഓക്കെ, ഇനി ഇതേ ആക്സസ് തന്നെ നമ്മൾ ഈ റെസിസ്റ്റൻസിൻ്റെ കേസിലെയും കപ്പാസിറ്ററിൻ്റെ കേസിലെയും ഇൻഡക്ടറിൻ്റെ കേസിലെയും വോൾട്ടേജ് ഇവിടെ വരക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസിൻ്റെ കേസാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ കേസിൽ ഫൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം വോൾട്ടേജ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ കേസ് വോൾട്ടേജ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മോൾ കൂടി തന്നെയാണ് കിട്ടും അല്ലേ. കാരണം ഇൻ ഫേസ് ആയതുകൊണ്ട് രണ്ടും എന്തായാലും ഫേസ് ഡിഫറൻസ് 0 ആവണ്ടേ. ഈ പീക്ക് വാല്യൂ നമുക്ക് വേണമെങ്കിൽ VR എന്ന് എടുക്കാം, പൊട്ടൻഷ്യൽ അക്രോസ് ദ റെസിസ്റ്റൻസ്. ശരിയല്ലേ. യെല്ലോ കളറിൽ കാണുന്നതാണേ കറണ്ട്, റെഡ് കളറിൽ കാണുന്നത് വോൾട്ടേജാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്കിനി അടുത്ത ആരെ വരക്കാം, ഇൻഡക്ടറിൻ്റെ കേസ് വരക്കാം. ആയിക്കോട്ടെ. അപ്പോൾ ഇൻഡക്ടറിൻ്റെ കേസ് നമ്മൾ പഠിച്ചെന്തായിരുന്നു, I ഈസ് ഈക്വൽ ടു ഇക്വേഷനാണ് I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് π/2 എന്നാണ് പഠിച്ചത്. എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എന്നെ പഠിച്ചത് വോൾട്ടേജ് കറണ്ടിനേക്കാളും π/2 ആംഗിൾ ലീഡ് ചെയ്യും, അല്ലെങ്കിൽ കറണ്ട് വോൾട്ടേജിനേക്കാളും π/2 ആംഗിൾ പിറകിലായിരിക്കും. അപ്പോൾ കറണ്ട് ഓൾറെഡി നമ്മൾ യെല്ലോ കളറിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ശരിയല്ലേ, കറണ്ട് ഓൾറെഡി യെല്ലോ കളറിൽ ഇവിടെ കാണുന്നുണ്ട്. ഈ കറണ്ടിനേക്കാളും π/2 ആംഗിൾ മുന്നിലാണ് ആര്, വോൾട്ടേജ്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ വരക്കും, അങ്ങനെയാണെങ്കിൽ ഇൻഡക്ടറിൻ്റെ കേസിൽ π/2 ആംഗിൾ മുന്നോട്ട് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കും. ക്ലിയർ, π/2 ആംഗിൾ മുന്നോട്ടാണ്. ഇതിൻ്റെ പീക്ക് വാല്യൂ നമുക്ക് എന്തെടുക്കാം, VLM എന്നെടുക്കാം, വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ. ഓക്കെ, ഇനി നെക്സ്റ്റ് കപ്പാസിറ്ററിൻ്റെ കേസാണെങ്കിൽ എന്താ ഇക്വേഷൻ പഠിച്ചത്, കപ്പാസിറ്ററിൻ്റെ കേസിൽ I ഈസ് ഈക്വൽ ടു എന്ന ഇക്വേഷൻ, അതായത് I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 ആണ്. എന്ന് പറഞ്ഞാൽ കറണ്ട് വോൾട്ടേജിനേക്കാളും π/2 ആംഗിൾ മുന്നിലാണ്, അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ടിനേക്കാളും π/2 ആംഗിൾ പിറകിലാണ്. ഓക്കെ, നമ്മൾ കറണ്ട് എടുത്ത് കാണിച്ചുള്ളത് ഇവിടെയാണ് കറണ്ട് കാണിച്ചുള്ളത് യെല്ലോ കളറിൽ. ആ കറണ്ടിനേക്കാളും π/2 ആംഗിൾ പിറകിലായിരിക്കണം ആര്, വോൾട്ടേജ്. ശരിയല്ലേ. അപ്പോൾ ഇനി വരക്കും ഇത് π/2 ആംഗിൾ പിറകിലാവുക എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ വരും. ശരിയല്ലേ, π/2 ആംഗിൾ പിറകിൽ. ഇതിൻ്റെ പീക്ക് വാല്യൂ നമുക്ക് എന്തെടുക്കാം, VCM എന്നെടുക്കാം. ക്ലിയർ. അപ്പം ഇതാണ് ഈ 3 പേരുടെയും ഫേസ് ഡയഗ്രാം. നമ്മൾ കോമൺ ആയിട്ട് കറണ്ട് ഫിക്സ് ചെയ്യുകയാണ്, കാരണം സീരീസ് കോമ്പിനേഷനാണ്, സെയിം കറണ്ടാണ് പാസ് ചെയ്യുന്നത്. കറണ്ട് കോമൺ ആയിട്ട് ഫിക്സ് ചെയ്യുകയാണ്. ആ കറണ്ട് വെച്ചിട്ട് ഓരോന്നിൻ്റെ കേസിലും വോൾട്ടേജ് എങ്ങനെ വേരി ചെയ്യുന്ന പറഞ്ഞത്. ഓക്കെ, റെസിസ്റ്റൻസിൻ്റെ കേസിൽ ഇൻ ഫേസ് ആയതുകൊണ്ട് കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ. ഇൻഡക്ടറിൻ്റെ കേസിൽ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നതുകൊണ്ട് π/2 ആംഗിൾ മുന്നിലായിരിക്കും. കപ്പാസിറ്റർ കേസിൽ വോൾട്ടേജ് ലാഗ് ചെയ്യുന്നതുകൊണ്ട് π/2 ആംഗിൾ പിറകിലായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിച്ചോളേ, ഇത് രണ്ടും, അതായത് ഇൻഡക്ടറിൻ്റെ വോൾട്ടേജും കപ്പാസിറ്റർ വോൾട്ടേജും രണ്ടും സെയിം ഡയറക്ഷനാണല്ലോ, സെയിം ലൈനിലാണല്ലോ, ആക്ടിങ് ഉള്ളത് സെയിം ലൈനാണല്ലോ. പക്ഷെ എന്ത് മാത്രമേ വരുന്നുള്ളൂ, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഫേസ് ഡയഗ്രത്തിൽ നമ്മൾ വെക്റ്റേഴ്സ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 വെക്റ്റർ നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ബിഗർ വാല്യൂ മൈനസ് സ്മോളർ വാല്യൂ. ബിഗർ വാല്യൂ ഒന്നുകിൽ വേണമെങ്കിൽ VLM ആവാം, അല്ലെങ്കിൽ VCM ആവാം, നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് നിങ്ങൾ VCM VLMനേക്കാളും ഗ്രേറ്റർ ആയിട്ടാണ്. ഇതിൻ്റെ എറോ മാർക്ക് കണ്ടാൽ അറിയാം, ഇതിൻ്റെ ലെങ്ത് മറ്റേനേക്കാളും കൂടുതലാണ്. സോ VCM ദാറ്റ് മീൻസ്
ദ പീക്ക് വാല്യൂ അക്രോസ് ദി കപ്പാസിറ്റർ ഈസ് ബിഗർ ദാൻ ദ പീക്ക് വാല്യൂ അക്രോസ് ദി ഇൻഡക്ടർ. അപ്പോൾ ഈ രണ്ട് കേസ് നമുക്ക് ആദ്യം സോൾവ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്ത് കിട്ടും? ഇതങ്ങ് പോയി പകരം എന്ത് വരും എന്നറിയോ? ബിഗർ വാല്യൂ മൈനസ് സ്മോളർ വാല്യൂ എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ചെറിയൊരു വെക്ടറാണ്. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നറിയോ? വി സി എം ആയിരുന്നു വരുന്നത് അല്ലേ? സോ വി സി എം മൈനസ് വി എൽ എം ആയിരിക്കും. അത് ക്ലിയർ ആവുന്നുണ്ടോ? താഴെ മാറ്റി എഴുതണം. സോ ഇറ്റ്സ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വി സി എം മൈനസ് വി എൽ എം. അത് വി സി എം വി എൽ എമ്മിനേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. ഓക്കെ, ശരി. ഇതാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയുള്ളത് രണ്ട് വെക്റ്റേഴ്സാണ്. ഒരു വി ആർ എം ഉണ്ട്, പിന്നെ ഇതുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച പാരലോഗ്രാം ലോ ഓഫ് എക്സ്ട്രഡിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു, റിസൾട്ടൻ്റ് ഇങ്ങനെ വന്നു. ശരിയല്ലേ? രണ്ടുപേരും കൂട്ടിമുട്ടുന്ന ഇവിടെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസൾട്ടൻ്റ് എന്ത് കിട്ടും? ഇവിടെ റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇതായിരിക്കും ഇതിൻ്റെ ഡയഗണൽ അല്ലേ? അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ്. ശരിയാണല്ലോ? അപ്പം റിസൾട്ടൻ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പീക്ക് വാല്യൂ നമുക്ക് വി എം എടുക്കാം. പീക്ക് വാല്യൂ ഓഫ് ദി റിസൾട്ടൻ്റ് വോൾട്ടേജ്. പിന്നെ ഇതും ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ, ഈ സൈഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും? അത് വി സി എം മൈനസ് വി എൽ എം ആയിരിക്കും. ശരിയാണല്ലോ? ഇതും ഓപ്പോസിറ്റ് സൈഡുണ്ട്. ഈ സൈഡിൻ്റെ വാല്യൂ വി ആർ എന്ന് തന്നെയായിരിക്കും. ക്ലിയർ? കറണ്ട് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനാണേ. ഇത് നമ്മൾ റിസൾട്ടൻ്റ് വോൾട്ടേജാണ്. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ആംഗിളാണ് ഏത് നമ്മൾ പറഞ്ഞ ഫേസ് ഡിഫറൻസ് ആയ ഫൈ. ക്ലിയർ ആണല്ലോ? കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആംഗിൾ. ശരി, ഇനി ഈ ട്രയാങ്കിൾ നമുക്കിനി എഴുതാൻ പറ്റുന്ന കാര്യം ശ്രദ്ധിക്കണേ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. വി സി എം ഇത് രണ്ടും അഡ്ജസൻറ്റ് സൈഡല്ലേ? അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. വി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? വി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇങ്ങനെ വന്നല്ലോ, വി ആർ എം സ്ക്വയർ പ്ലസ് വി സി എം മൈനസ് വി എൽ എം ഹോൾ സ്ക്വയർ. ശരിയാണല്ലോ? അത് നമുക്കിനിയും മാറ്റാം. സോ ഇറ്റ് മീൻസ് വി ആർ എം എന്നുള്ളത് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ. ഇറ്റ്സ് ഈക്വൽ ടു ഐ എം പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ഇൻറ്റു ആർ. ഇതല്ലേ വി ആർ എം വരിക സ്ക്വയർ പ്ലസ് വി സി എമ്മിന് വരെ നമുക്ക് വേണമെങ്കിൽ ഐ എം, പിന്നെ റെസിസ്റ്റൻസ് അക്രോസ് ദി കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണെന്ന് പറഞ്ഞാൽ എക്സ് സി ആണ്, മൈനസ് ഐ എം എന്താ കിട്ടുക? എക്സ് എൽ ആണ്. റെസിസ്റ്റൻസ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ക്ലിയർ? സോ ദാറ്റ് മീൻസ് ഇങ്ങനെ കിട്ടുന്നത് ഇറ്റ്സ് ഈക്വൽ ടു ഇവിടെയും ഐ എം സ്ക്വയർ ഉണ്ട്, ഇവിടെയും ഐ എം സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ ഐ എം സ്ക്വയർ നമുക്ക് കോമൺ ആയിട്ടുള്ള ഐ എം സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക? ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. എക്സ് സി എന്ന് പറഞ്ഞാൽ 1/ωc ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ ωL ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാമല്ലോ. വി എം സ്ക്വയർ ഡിവൈഡ് ബൈ ഐ എം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇങ്ങനെ വന്നു, ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ എന്ന് വന്നു അല്ലേ? അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. ഇതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും, വി എം ഡിവൈഡ് ബൈ ഐ എം ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? റൂട്ട് ഓഫ്
ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾക്കറിയാം വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ? അതിന് പകരമാണ് ഇവിടെ ആര് വന്നിട്ടുള്ളത്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ എന്ന് വരുന്നത്. ഇതിനെയാണ് നമ്മൾ സെഡ് എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാറ്. ഇതിൻ്റെ പേരാണ് ഇമ്പിഡൻസ് ഓഫ് ദി സർക്യൂട്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് സെഡ് ഈസ് ഈക്വൽ ടു എന്താ? സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അവിടെ ഓർക്കുക എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ ആവാം, അല്ലെങ്കിൽ എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ ആവാം. എന്തായാലും കുഴപ്പമില്ല. അതായതാണോ ബിഗർ വാല്യൂ ആ വാല്യൂ എടുത്താൽ മതി. എന്ത് തന്നെയാലും സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് നെഗറ്റീവ് ടേം വരില്ല, എന്നാൽ ലാസ്റ്റ് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഒരു എ സി എൽ സി ആർ സർക്യൂട്ടിൽ കൂടി കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടേം, ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ. ഇമ്പിഡൻസ് സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇമ്പിഡൻസിൻ്റെ യൂണിറ്റ് നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും റെസിസ്റ്റൻസിൻ്റെ സെയിം ഡയമെൻഷൻ തന്നെയായിരിക്കും. ക്ലിയർ ആണല്ലോ? ശരി, അപ്പോൾ നമുക്ക് വേണ്ട കേസ് നമ്മൾ എത്തിയില്ല. നമുക്ക് വേണ്ട എന്തായിരുന്നു? നമുക്ക് ഇമ്പിഡൻസ് മാത്രം പോരാ, നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ ആയിരുന്നു വേണ്ടത് അല്ലേ? അപ്പോൾ ജനറലായിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ ജനറലായിട്ട് നമ്മളെങ്ങനെയാണ് പറയുക? കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് വോൾട്ടേജ് ഇക്വേഷൻ ഇതാ കിട്ടിയത്. വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യലാണ്. ജനറലായിട്ട് കറണ്ട് ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുമോ? കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഐ നോട്ട്. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ നോട്ട് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. അങ്ങനെയല്ലേ? റെസിസ്റ്റൻസിൻ്റെ കേസ് ആണെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു 0, ഇൻഡക്ടറിൻ്റെ കേസ് ആണെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു -π/2, കപ്പാസിറ്ററിൻ്റെ കേസ് ആണെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു +π/2. ജനറലായിട്ട് കറണ്ടിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇപ്പോൾ ഈ ഫൈൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കറണ്ടിൻ്റെ കേസ് പറയാൻ പറ്റും. അപ്പോൾ ഫൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഡയഗ്രത്തിലേക്ക് പോവാം. ഇവിടെ ഒരു കിട്ടിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? നോക്കിക്കോ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് VCM മൈനസ് VLM. ഓക്കെ, അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് ഇത് VRM. നമ്മൾ പറയുന്നതൊക്കെ പീക്ക് വാല്യൂ ആണേ. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടുന്ന് ടാൻ ഫൈ കണ്ട് നമുക്ക് എന്താ കിട്ടുക? ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡിലേ വരുമോ? ദാറ്റ് മീൻസ് VCM മൈനസ് VLM ഡിവൈഡ് ബൈ VRM എന്നല്ലേ വരുമോ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാലോ. Therefore from here tan phi is equal to opposite side അല്ലേ? VCM മൈനസ് VLM ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? VRM. എല്ലാം പീക്ക് വാല്യൂ ആണ്. ഒന്നുകൂടെ മാറ്റാം. VCM എന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ നമ്മൾ എഴുതിയ പോലെ ഇങ്ങനെ എഴുതാൻ ഈക്വൽ ടു IM ഇൻറ്റു XC മൈനസ് VLM എന്ന് പറഞ്ഞാൽ IM ഇൻറ്റു XL, VR എന്ന് പറഞ്ഞാൽ IM ഇൻറ്റു R എന്ന് എഴുതാം. ഇവിടെ IM കോമൺ ആണല്ലോ. കോമൺ ആയ IM ഇവിടെയും IM ഉണ്ട്, ഇവിടെ IM ഉണ്ട്, മുകളിൽ അല്ലേ? അല്ല IM കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് പോകും. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? XC മൈനസ് XL ഡിവൈഡ് ബൈ R. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ വരുന്നത്? ടാൻ ഫൈയുടെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് ഫൈ കണ്ടുപിടിക്കാം. ഫൈ ഈസ് ഈക്വൽ ടാൻ ഇൻവേഴ്സ് ഓഫ് XC മൈനസ് XL ഡിവൈഡ് ബൈ R ആണ്. ഓക്കെ, ആ ഫൈ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ കറണ്ട് ഇക്വേഷനിലെ. ഇവിടെ കിട്ടിയ ഇക്വേഷനില്ല. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നല്ലേ കിട്ടിയത്? ഓക്കെ, ഈ ഫൈൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്ത് കിട്ടും? കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടും. ക്ലിയർ ആണല്ലോ? ആ ഫൈ 0 ആണെങ്കിൽ എന്തായിരിക്കും? അത് റെസിസ്റ്റൻസിൻ്റെ അതേ പ്രോപ്പർട്ടി കാണിക്കുന്ന സർക്യൂട്ട് ആയിരിക്കും. ക്ലിയർ? ഇനി ഫൈൻ്റെ വാല്യൂ പോസിറ്റീവ് ആവുമെന്ന് പറഞ്ഞാൽ അത് കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്ന സർക്യൂട്ട് ആയിരിക്കും. ഇനി ഫൈൻ്റെ വാല്യൂ നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞാൽ അത് ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്ന സർക്യൂട്ട് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? എപ്പോഴാണ് ഫൈ പോസിറ്റീവ് ആവുക? ഫൈ പോസിറ്റീവ് ആണെങ്കിൽ XC ആരെക്കാട്ടും കൂടുതലായിരിക്കണം? XC XLനെക്കാട്ടും കൂടുതലാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും. ഇനി XCൻ്റെ വാല്യൂ XLൻ്റെ വാല്യൂക്കാളും കുറവാണെങ്കിൽ ഫൈ നെഗറ്റീവ് ആയിരിക്കും. അപ്പം അത് ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ, ഇനി XCയും
അതേപോലെ എക്സലും ഈക്വൽ ആണെങ്കിൽ അത് ആരുടെ പ്രോപ്പർട്ടി ആയിരിക്കും? റെസിസ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്ന സർക്യൂട്ട് ആയിരിക്കും. അത്ര മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയായി? കിർച്ചോഫ് ലൂപ്പ് റൂളായി, പിന്നെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഇക്വേഷൻ കിട്ടി, കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്താ വേണ്ടത്? ആവറേജ് പവർ കാണണം. ആവറേജ് പവർ കാണണമെങ്കിൽ നമ്മളെ കയ്യിൽ ഇക്വേഷൻ പവർ ഈസ് പി ഈസ് ഈക്വൽ ടു എന്താ വന്നത്? പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ്. ജനറൽ ഇക്വേഷൻ വി ഐ ആണ്. ഇവിടെ വി എന്ന് പറഞ്ഞാൽ വി സീറോ സൈൻ ഒമേഗ ടി ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഐ സീറോ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. ഇതല്ല ജനറൽ ഇക്വേഷൻ. ഇത് വേണം എനിക്കിങ്ങനെ മാറ്റിയത്. ദാറ്റ് മീൻസ് പവർ പി ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാലോ, വി നോട്ട് ഐ നോട്ട് പിന്നെ എന്താണുള്ളത്? സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ഇൻറ്റു സൈൻ ഒമേഗ ടി. അല്ലേ? നിങ്ങളിങ്ങനെ ഒരു കാര്യം പഠിച്ച് ഓർമ്മയുണ്ടോ? മേസിൽ എന്തായിരുന്നു? 2 സൈൻ എ സൈൻ ബി എന്താ കിട്ടിയെന്ന് ഓർമ്മ ഉണ്ടായിരുന്നോ? ഇറ്റ്സ് ഈക്വൽ ടു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്ന് പണ്ട് മാത്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് സൈൻ എ സൈൻ ബി വരിക? അപ്പോൾ സൈൻ എ സൈൻ ബി ഈസ് ഈക്വൽ ടു ഓൾ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ശരിയാണല്ലോ? അതിന് നമുക്ക് ആവറേജ് പവർ ഇങ്ങനെ പവർ നമുക്ക് ഇങ്ങനെ മാറ്റാൻ ഇറ്റ്സ് ഈക്വൽ ടു എന്താ കിട്ടുക? ഇറ്റ്സ് ഈക്വൽ ടു വി നോട്ട് ഐ നോട്ട്. ഇവിടെ എന്ത് കിട്ടും? കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഒമേഗ ടി പ്ലസ് ഫൈ മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ കോസ് ഫൈ മാത്രമേ ഉള്ളൂ. മൈനസ് കോസ് എ പ്ലസ് ബി അല്ലേ? കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഒമേഗ ടി പ്ലസ് ഫൈ പ്ലസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ കോസ് 2 ഒമേഗ ടി പ്ലസ് ഫൈ ഓൾ ഡിവൈഡ് ബൈ എന്ത് വന്നു? 2 വന്നു. ശരിയല്ലേ? ദാറ്റ് മീൻസ് പവർ പി ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാലോ, വി നോട്ട് ഐ നോട്ട് ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് ഫൈ മൈനസ് കോസ് 2 ഒമേഗ ടി പ്ലസ് ഫൈ. ശരിയല്ലേ? ഇനി നമ്മൾ ഈ ടേമിൻ്റെ ആവറേജ് കാണുമ്പോൾ എന്താ ചെയ്യുക? ആവറേജസ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ആവറേജ് കാണണം. ഇത് ആവറേജ് കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക്, വി നോട്ട് ഐ നോട്ട് ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ആവറേജ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇൻറ്റഗ്രേഷനാണ്. സോ വി നോട്ട് ഐ നോട്ട് ഡിവൈഡ് ബൈ 2 എടുക്കുമ്പോൾ അതൊരു യൂണിഫോം വാല്യൂ ആണ്, കാരണം എല്ലാം പീക്ക് വാല്യൂ ആണ്, മാറ്റമില്ലാത്ത വാല്യൂ ആണ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ വരുന്നത് ആവറേജ് ഓഫ് കോസ് ഫൈ ആണ്. പിന്നെ വരുന്നത് ആവറേജ് ഓഫ് ഈ ടേം ആണ്. ശരിയല്ലേ? ഇപ്പോൾ ആവറേജ് പവർ കാണുമ്പോൾ വി നോട്ട് ഐ നോട്ട് ഡിവൈഡ് ബൈ 2 കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ ടൈമിൽ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആവറേജ് കാണുമ്പോൾ നമുക്കിതിൽ വ്യത്യാസം വരില്ല. അതെന്ത് കിട്ടും? ഇവിടെ കോസ് ഫൈ തന്നെ കിട്ടും. ക്ലിയർ? ഇനി രണ്ടാമത്തെ ഫാക്ടറിൻ്റെ ആവറേജ് കാണുമ്പോൾ ഇത് കോസ് 2 ഒമേഗ ടി പ്ലസ് ഫൈ കോസ് 2 ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഹൗസ് സൈക്കിളും പിന്നെ എന്തുണ്ടാവും? നെഗറ്റീവ് ഹൗസ് സൈക്കിളുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഹൗസ് സൈക്കിൾ വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവറേജ് എന്തായിരിക്കും? ഇതിൻ്റെ ആവറേജ് രണ്ടാമത്തെ ടേമിൻ്റെ ആവറേജ് 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് വരുന്ന ആവറേജ് പവർ എന്ന് എന്താ കിട്ടും? ആവറേജ് പവർ ഈസ് ഈക്വൽ ടു ഇത് മാത്രമേ ഉണ്ടാവൂ, വി നോട്ട് ഐ നോട്ട് ഡിവൈഡ് ബൈ 2 കോസ് ഫൈ എന്ന് എഴുതാം അല്ലേ? വേണം എനിക്ക് ഇനി മാറ്റി എഴുതാം. ഇറ്റ്സ് ഈക്വൽ ടു വി നോട്ട് ഡിവൈഡ് ബൈ √2 ഇൻറ്റു ഐ നോട്ട് ഡിവൈഡ് ബൈ √2 ഇൻറ്റു കോസ് ഫൈ എന്ന് പറയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വി നോട്ട് ബൈ √2 എന്ന് പറഞ്ഞാൽ വി ആർ എം എസ് ആണ്. ഐ നോട്ട് ഡിവൈഡ് ബൈ √2 എന്ന് പറഞ്ഞാൽ ഐ ആർ എം എസ് ആണ് ഇൻറ്റു കോസ് ഫൈ. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ വരുന്നത്? ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു നോക്കുക. ആവറേജ് പവർ ഇസ് ഈക്വൽ ടു വി ആർ എം എസ് ഐ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ, അല്ലെങ്കിൽ വി നോട്ട് ഡിവൈഡ് ബൈ √2 ഇൻറ്റു ഐ നോട്ട് ഡിവൈഡ് ബൈ √2 ഇൻറ്റു കോസ് ഫൈ, അല്ലെങ്കിൽ വി നോട്ട് ഐ നോട്ട് കോസ് ഫൈ ഡിവൈഡ് ബൈ 2. ക്ലിയർ? അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഈ കോസ് ഫൈ എന്ന ഫാക്ടറാണ് ശരിക്കും പവറിനെ കൺട്രോൾ ചെയ്യുന്നത്. ക്ലിയർ? അതുകൊണ്ട് തന്നെ ഈ കോസ് ഫൈയെ നമ്മൾ പവർ ഫാക്ടർ എന്നാണ് വിളിക്കാറ്. കോസ് ഫൈ ആണെന്ത്? പവർ ഫാക്ടർ. ഇതാണ് എ സിയുടെ പവർ ഫാക്ടർ.
പവർ ഫാക്ടർ. ഓക്കെ, അപ്പം പവർ ഫാക്ടർ ആണ് ആവറേജ് പവർ കൺട്രോൾ ചെയ്യുന്നത്. സാധാരണ ഡീസിൻ്റെ കേസാണെങ്കിൽ അങ്ങനെ പവർ ഫാക്ടർ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എസിൻ്റെ കേസിൽ പവർ ആർക്കനുസരിച്ച് മാറും, പവർ ഫാക്ടറിനനുസരിച്ച് മാറും. സോ പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു കോസ് ഫൈ ആണ്. ഓക്കെ, അപ്പോൾ അത് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ ഡയഗ്രം കിട്ടിയല്ലോ, ഈ ഡയഗ്രത്തിൽ എന്താ കോസ് ഫൈ വരുന്നത്? കോസ് ഫൈ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ VR(m) ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? VM. ശരിയല്ലേ? അപ്പോൾ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? കോസ് ഫൈ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് VR(m) എന്നല്ലേ പറഞ്ഞത്. സോ VR(m) ഡിവൈഡ് ബൈ ഇവിടെ എന്താ കിട്ടിയത്? VM അല്ലേ? VR എന്ന് പറഞ്ഞാൽ അറിയാം, ദാറ്റ്സ് ഈക്വൽ ടു IM ഇൻറ്റു R ആണ്. ഡിവൈഡ് ബൈ VM എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ, VM ഈസ് ഈക്വൽ ടു IM ഇൻറ്റു Z ആണ്. കാരണം VM എന്ന് പറഞ്ഞാലോ ആ സർക്യൂട്ടിൻ്റെ ടോട്ടൽ പീക്ക് വോൾട്ടേജ് ആണ്. ടോട്ടൽ പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പീക്ക് കറണ്ട് മൾട്ടിപ്ലൈഡ് ബൈ ആ സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് കോസ് ഫൈ ഈസ് ഈക്വൽ ടു R ഡിവൈഡ് ബൈ സെഡ് വരെ നമുക്ക് എന്ത് എഴുതാം? സെഡ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. സെഡ് ഈസ് ഈക്വൽ ടു R² പ്ലസ് XC മൈനസ് XL ഹോൾ സ്ക്വയർ ആണ്. ഇതാണ് എന്ത് വരുന്നത്? പവർ ഫാക്ടർ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം, സാധാരണ റെസിസ്റ്റൻസിൻ്റെ കേസാണെങ്കിൽ റെസിസ്റ്റൻസിൽ ആര് വരില്ല? XCയും XLും ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടർ എന്ത് വരും? കോസ് ഫൈ ഈസ് ഈക്വൽ ടു R ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് R² എന്ന് മാത്രം വരും. റൂട്ട് ഓഫ് R² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. സോ R/R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കേസ് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു കോസ് ഫൈ ഈസ് ഈക്വൽ ടു ഇത് കിട്ടും. കോസ് ഫൈ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി കപ്പാസിറ്റർ കേസാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഫൈൻ്റെ വാല്യൂ എത്രയാണ്? π/2 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? കോസ് π/2 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇറ്റ്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇൻഡക്ടറിൻ്റെ കേസിലും മൈനസ് π/2 ആണ്. എന്താണ് π/2 ആണ് വരുന്നത്? അവിടെ എന്ത് കിട്ടി? നമുക്ക് 0 എന്ന് കിട്ടി. അപ്പം ആവറേജ് പവർ നമ്മളെ റെസിസ്റ്റൻസിൻ്റെ കേസിലാണെങ്കിൽ ആവറേജ് പവർ എത്രയും ചോദിച്ചാൽ കോസ് ഫൈ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അവിടെ VRMS ഇൻറ്റു IRMS പറയാം അല്ലേ? അതേസമയം കപ്പാസിറ്റർ കേസിലും അതുപോലെ ഇൻഡക്ടറിൻ്റെ കേസിലും ആവറേജ് പവർ എന്താ വരുന്നത്? ദാറ്റ്സ് ഈക്വൽ ടു 0 ആണ്. എന്താ മീനിങ്? ഒരു AC ഒരു കപ്പാസിറ്റർ കൂടിയോ അല്ലെങ്കിൽ ഒരു ഇൻഡക്ടർ കൂടിയോ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ആവറേജ് പവർ ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. ഓക്കെ, ആവറേജ് പവർ ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? പവറിൻ്റെ യൂണിറ്റ് വാട്ടല്ലേ? അതുകൊണ്ട് തന്നെ ഈ കറണ്ടിന് നമ്മൾ എന്ത് വിളിക്കും? വാട്ട്ലെസ് കറണ്ട് എന്ന് വിളിക്കും. വാട്ട്ലെസ് കറണ്ട്. ഇപ്പോൾ എന്താ വാട്ട്ലെസ് കറണ്ട് എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? when AC passes through an inductor or a capacitor, the average power is 0. Okay, so this type of current is usually called as the wattless current. Clear ആണല്ലോ? വാട്ട്ലെസ് കറണ്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഓർത്ത് വെക്കണം. ഓക്കെ, ശരി. ഇനി വേറെ 2 കാര്യങ്ങൾ കൂടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാനുള്ളത്, നമുക്കിനി വേണ്ടത് റെസൊണൻസ് ആണ്. റെസൊണൻസ് നിങ്ങൾ പണ്ട് പഠിച്ചതാണ്. മെക്കാനിക്കൽ റെസൊണൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രിക്കൽ റെസൊണൻസാണ് പഠിക്കാനുള്ളത്. അത് പറയണമെങ്കിൽ നമ്മൾ കറണ്ട് ഇക്വേഷൻ എഴുതുക. കറണ്ട് ഇക്വേഷൻ കിട്ടിയത് കറണ്ട് IM ഈസ് ഈക്വൽ ടു പീക്ക് കറണ്ട് IM ഈസ് ഈക്വൽ ടു VM ഡിവൈഡ് ബൈ സെഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. സെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു VM ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എന്തായിരുന്നു? R² പ്ലസ് XC മൈനസ് XL ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ പീക്ക് കറണ്ട് നിങ്ങൾ സർക്യൂട്ടിൽ കൂടി AC കടത്തി വിടുക. നിങ്ങൾക്ക് സർക്യൂട്ടിലെ ഫ്രീക്വൻസി നമുക്ക് ചേഞ്ച് ചെയ്യാം. കാരണം XCയും XL നിങ്ങൾക്ക് അറിയാം. XL എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു ω/L ആയിരുന്നു. XC എന്ന് പറഞ്ഞാൽ 1/ωc ആണ്. അപ്പോൾ ω മാറുന്നതനുസരിച്ച് ആറ് മാറും? ഈ XCയും XLും മാറും. ക്ലിയർ? അപ്പോൾ ഈ XCൻ്റെ വാല്യൂ അത് നിങ്ങളെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈക്വൽ ആവുന്ന കേസിൽ എന്താ പറ്റുക? ഈ ടേം എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ആ സമയത്ത് നമ്മളെ കറണ്ട് പീക്ക് കറണ്ട് എന്തായിരിക്കും? അത് അതിൻ്റെ മാക്സിമം വാല്യൂവിലായിരിക്കും.
എന്ന് പറഞ്ഞാൽ പീക്ക് കറണ്ട് നമുക്ക് എത്ര കിട്ടുമെന്നറിയോ? അത് VM/R എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഒരു LCR സർക്യൂട്ടിൽ അതിൻ്റെ പീക്ക് കറണ്ട് മാക്സിമത്തിലേക്ക് വരിക എപ്പോഴാണ്? വെൻ ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ബിക്കംസ് ഈക്വൽ ടു ഇത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. തിരിച്ച് പറഞ്ഞാൽ വെൻ ദ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ബിക്കംസ് ഈക്വൽ ടു ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ദ പീക്ക് കറണ്ട് ത്രൂ എൻ LCR സർക്യൂട്ട് ബിക്കംസ് മാക്സിമം. ഓക്കെ, ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ആസ് റെസൊണൻസ്. നിങ്ങൾ മെക്കാനിക്കൽ റെസൊണൻസ് പണ്ട് പഠിച്ച ഓർമ്മയില്ലേ? പട്ടാൾക്കാർ മാർച്ച് ചെയ്യുന്നതൊക്കെ, പാലത്തിന് നമ്മൾ കൂടി പട്ടാൾക്കാർ മാർച്ച് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫ്രീക്വൻസിയും ആ പാലത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആകുമ്പോൾ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ബിക്കംസ് മാക്സിമം എന്ന് പഠിച്ചത്. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷന് പകരം ഇവിടെ എന്താ വരുന്നത്? കറണ്ടിൻ്റെ പീക്ക് വാല്യൂ ആണ് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. റെസൊണൻസ്. ഓക്കെ, ഇപ്പോൾ റെസൊണൻസിൻ്റെ കണ്ടീഷൻ ഇതാണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും എന്താണ്? ഈക്വൽ ആവണം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ പറയുന്നത്? 1/ωc അല്ലേ? സോ 1/ωc ഈസ് ഈക്വൽ ടു ωL. ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? ω² LC ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓർ ω ഈസ് ഈക്വൽ ടു 1/√LC എന്ന് കിട്ടും. അപ്പം ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന റെസൊണൻസ് നടക്കുമ്പോഴുണ്ടാവുന്ന റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഇത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഇനി വേണം നമുക്ക് ω നമുക്ക് മാറ്റാം. ω ഈസ് ഈക്വൽ ടു 2πf ആണ്. F0 ω0 എന്ന് എഴുതാം, കാരണം റെസൊണൻസ് ആയതുകൊണ്ട് ω0 എന്ന് എഴുതാം. 2πf0 ഈസ് ഈക്വൽ ടു 1/√LC എന്ന് കിട്ടി. ഓർ F0 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? F0 ഈസ് ഈക്വൽ ടു 1/2π × √LC എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് റെസൊണൻസ് നടക്കാനുള്ള കണ്ടീഷൻ. മനസ്സിലായല്ലോ? അപ്പം റെസൊണൻസ് ഫ്രീക്വൻസി ഇക്വേഷനാണത്. ഈ റെസൊണൻസ് ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണ്. നമ്മൾ സാധാരണ റേഡിയോ സർക്യൂട്ടിലൊക്കെ ഒരു പ്രത്യേക ചാനൽ നമുക്ക് കിട്ടുന്നത് ഈ റെസൊണൻസ് കണ്ടീഷൻ വെച്ചിട്ടാണ്. അതായത് നമ്മളെ വീട്ടിൽ റേഡിയോ സിഗ്നൽ എത്തുന്നത് പല സ്റ്റേഷനിൽ വരുന്ന പല സിഗ്നൽസും ഉണ്ടാവും അല്ലേ? 91.3 അങ്ങനെ 93.6 ഒക്കെ പല ഫ്രീക്വൻസി ഉണ്ടാവും. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ നമ്മളിപ്പം സാധാരണ റേഡിയോൻ്റെ നോബ് തിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ സ്റ്റേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ നമ്മൾ മാറ്റുന്നുണ്ടല്ലോ. ആ ചാനൽ മാറ്റി നമ്മൾ ശരിക്കും ചെയ്യുന്നത് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ മാറും. എന്ത് മാറും? ആ റേഡിയോൻ്റെ ഉണ്ടാകുന്ന LCR സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസി മാറും. ആ LCR സർക്യൂട്ടിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി നിങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്റ്റേഷൻ്റെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആകുമ്പോൾ ആ സർക്യൂട്ട് കൂടിയുള്ള കറണ്ട് മാക്സിമത്തിലാവും. അങ്ങനെ മാക്സിമത്തിലാകുമ്പോൾ നമുക്ക് ആ സ്റ്റേഷൻ നമുക്ക് ഓഡിയോ ഔട്ട്പുട്ടായിട്ട് കിട്ടുകയും ചെയ്യും. ക്ലിയർ? അപ്പോൾ ഓർത്ത് വെക്കുക, ഈ റെസൊണൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? റേഡിയോൻ്റെ കേസിലും അതുപോലെ TV കേസിലും ഒക്കെ നമുക്ക് വേണ്ട ചാനൽ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത്, ഈ പറഞ്ഞിരിക്കുന്ന റെസൊണൻസിൻ്റെ സാധനം. ക്ലിയർ? റെസൊണൻസിൻ്റെ കണ്ടീഷൻ കൂടി ഓർത്ത് വെക്കണം. ഒരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടാവും. നമ്മൾ റെസൊണൻസിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് ഡയഗ്രാം വരക്കുമ്പോൾ നിങ്ങൾ സാധാരണ ഇങ്ങനല്ലേ കാണിക്കാറ്? ഇവിടെ നമുക്ക് പീക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കാണിക്കാം. ഇവിടെ നമുക്ക് എന്ത് കാണിക്കാം? ആംഗുലർ ഫ്രീക്വൻസി കാണിക്കാം. ഇപ്പം ഇങ്ങനെയാണ് വരിക. പീക്ക് കറണ്ട് മാക്സിമത്തിൽ പോവുക. അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി ω0 ഓക്കെ, അപ്പം നമുക്ക് എക്സാം പോയിന്റിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മതി ഈ ചാപ്റ്ററിൽ നിന്ന്. പിന്നെ LC ഓസിലേഷനൊക്കെ ഉണ്ട്, നമുക്ക് സമയം പോലെ നമുക്ക് അങ്ങോട്ടേക്ക് പറയാം. എന്തായാലും തൽക്കാലം നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ.